അയൽ രാജ്യങ്ങളിൽ നടത്തിയ ആക്രമണങ്ങൾക്ക് ക്ഷമ ചോദിച്ച് ഇറാൻ രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ പ്രതികരണം. GCC രാജ്യങ്ങൾ ഇനി ആക്രമണം നടത്തില്ലെന്നും നേരിട്ട് ആക്രമിച്ചാൽ മാത്രം പ്രത്യാക്രമണമെന്നും ഇറാൻ പ്രസിഡന്റ് വ്യക്തമാക്കി. അതിന്റെ താൽക്കാലികമായി നിർത്തിവെച്ച ദുബായ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം വീണ്ടും തുടങ്ങുകയാണ്. ഉച്ചയ്ക്ക് ശേഷമുള്ള എമിറേറ്റ് സർവീസ് പുനരാരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. മുഹമ്മദ് റഹീസ് ദുബായ് വിവരങ്ങളുമായി ചെയ്തു. റഹീസ്, ഇത് ആദ്യമായാണ് ഇറാന്റെ പക്കൽ നിന്ന് ഇനി അങ്ങോട്ട് ആക്രമണം ഉണ്ടാകില്ല എന്ന് പ്രതികരണം വരുന്നത്. നേരത്തെയൊക്കെ അവിടുത്തെ ജനവാസ മേഖലയെ ആക്രമിക്കില്ല, നയതന്ത്ര മേഖലയെ ആക്രമിക്കില്ല, ലക്ഷ്യം അമേരിക്കയുടെ വ്യോമതാവളങ്ങൾ, സൈനിക താവളങ്ങൾ എന്ന് മാത്രമാണ് ഇറാൻ പറഞ്ഞത്. ഇതാദ്യമായി ഒരാക്രമണത്തിനും ഇല്ല, അങ്ങോട്ടേക്ക് ഇല്ലെന്ന് പറയുന്ന ആദ്യമായാണ്. അത് ശുഭസൂചനയെ കരുതാമോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഒരു ശുഭസൂചനയാണ് എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇത്ര പോസിറ്റീവായി തങ്ങൾ ഇനി ആക്രമിക്കുന്നില്ല എന്ന് ഇറാൻ ഒരു ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല. ഇറാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളത് അയൽ രാജ്യങ്ങളെ ആക്രമിക്കുന്നത് തങ്ങളുടെ നയമല്ല. പക്ഷേ അവിടെ നിന്ന് ഇത്തരത്തിൽ അമേരിക്കയുടെ കേന്ദ്രങ്ങൾ ഉണ്ട് എങ്കിൽ, അവിടെ അവരുടെ സൈന്യ താവളങ്ങൾ ഉണ്ട് എങ്കിൽ, അപ്പോൾ ആ സൈനിക കേന്ദ്രങ്ങൾക്കെതിരെ ഒക്കെ മാത്രമേ തങ്ങൾ ആക്രമണം നടത്തുകയുള്ളൂ എന്നാണ് ഇറാൻ അറിയിച്ചിരുന്നത്. പക്ഷേ ഇത്തവണ ഇറാൻ പ്രസിഡന്റ് തന്നെ പറയുന്നത് ഇനി ഒരു ആക്രമണം ഉണ്ടാകില്ല, ഗൾഫ് രാജ്യങ്ങളെ തങ്ങൾ ഇനി ആക്രമിക്കില്ല എന്ന് തന്നെയാണ്. അത് വളരെ പോസിറ്റീവായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട വിവരം തന്നെയാണ്. കാരണം അത്തരത്തിലൊരു പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് വലിയ പ്രതീക്ഷയാണ് ഗൾഫ് മേഖലയെ സംബന്ധിച്ചിടത്തോളം നൽകുന്നത്. ഒപ്പം തന്നെ ഈ അയൽ രാജ്യങ്ങളിൽ നടത്തിയ ആക്രമണത്തിന് അദ്ദേഹം ക്ഷമ ചോദിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. ഈ അയൽ രാജ്യങ്ങളിലേക്ക് കടന്നു കയറുക എന്നുള്ളത് തങ്ങളുടെ നയമല്ല എന്നുകൂടി ഇറാൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. അപ്പോൾ ആ ഘട്ടത്തിൽ കഴിഞ്ഞ ഒരു 1.5 ദിവസമായിട്ട് ആക്രമണം കൂടുതൽ ശക്തിപ്പെടുകയാണ് GCC രാജ്യങ്ങളിലേക്ക്. അത് വലിയ തോതിൽ ഈ പറയുന്ന ഒരു ആശങ്ക ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് ചില ബഹ്റൈൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ അത്തരത്തിൽ ആശങ്ക ഉയരുന്നതിനിടയിൽ കുറെ അധികം നിയന്ത്രണങ്ങൾ കൂടി കൊണ്ടുവരാനിരിക്കെയാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇനി തങ്ങൾ അങ്ങോട്ടേക്ക് ആക്രമിക്കില്ല, അയൽ രാജ്യങ്ങളെ ആക്രമിക്കില്ല, തങ്ങളുടെ നയമല്ല എന്ന് പറഞ്ഞു വെക്കുമ്പോൾ അത് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. എന്തായാലും ആ ഒരു നിലയ്ക്ക് ഇറാൻ ആ വാക്ക് പാലിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾ ശാന്തമാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇപ്പോൾ ഉണ്ടാകുന്ന ഈ വെടിവെച്ച് ഈ ഒരു സ്ഫോടന ശബ്ദങ്ങളോ മറ്റ് ഡ്രോണിന്റെ നേരിട്ടുള്ള കാഴ്ചകളോ മറ്റോ ഒന്നും ഇനി അത്തരത്തിലൊരു ആശങ്കയ്ക്ക് ഇടയുണ്ടാകില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ആക്രമണം ഉണ്ടായതും ഒരു മണിക്കൂർ മുമ്പാണ്. അതിവിടെ ബഹ്റൈനിൽ ഉൾപ്പെടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ അതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിവരം, ഈ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രവർത്തനം ഏതാണ്ട് ഒരു 1/4 മണിക്കൂറോളം തടസ്സപ്പെട്ടിരുന്നു. അത് ഔദ്യോഗികമായി തന്നെ അറിയിച്ച് അത്തരത്തിൽ നിലവിൽ താൽക്കാലികമായി അടയ്ക്കുകയാണെന്ന് പറഞ്ഞു. പക്ഷേ അതിന് പിന്നാലെ എത്തിഹാദ് റെയിൽവേ, അതായത് എത്തിഹാദ് എയർവേസ്, അത് വീണ്ടും ഇവയുടെ സ്വന്തം എയർവേസ് അവർ വീണ്ടും പ്രവർത്തനം ആരംഭിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷം പ്രവർത്തിക്കും, ഷെഡ്യൂൾഡ് ഫ്ലൈറ്റ്സുകളെല്ലാം ഉണ്ടാകും എന്നുകൂടി എത്തിഹാദ് എയർവേസ് പറയുന്നുണ്ട്. അപ്പോൾ ആ നിലയിലേക്ക് വീണ്ടും എയർപോർട്ട് തുറന്നു പ്രവർത്തിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ഈ എയർപോർട്ട് സംബന്ധിച്ച ആക്രമണത്തിന്റെ വിവരങ്ങളൊക്കെയും സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിച്ചിരുന്നു. പക്ഷെ എന്നാൽ അതൊക്കെയും വ്യാജമാണ്. അങ്ങനെ എയർപോർട്ടിന് നേരെ ഒരു ആക്രമണം ഉണ്ടായിട്ടില്ല, എയർപോർട്ടിൽ ആക്രമണത്തിന്റെ ഭാഗമായി അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഈ UAE പ്രതിരോധ മന്ത്രാലയം അറിയിക്കുന്നത്. ഓരോ അധികൃതരും ആ വാർത്ത തള്ളുകയാണ്. പക്ഷേ എയർപോർട്ടിന്റെ പ്രവർത്തനം എന്തായാലും നിർത്തിവെക്കേണ്ടി വന്നു. അത് ഭാഗികമായി അത് നിർത്തിവെച്ചു, താൽക്കാലികമായി അടച്ചു എന്നുള്ള വിവരം ഔദ്യോഗികമായി തന്നെ എയർപോർട്ട് അതോറിറ്റിക്ക് അറിയിക്കേണ്ടി വന്നു. പക്ഷേ ഈ ഏതാണ്ട് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ വീണ്ടും സർവീസ് തുടങ്ങും എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ടും ഇറാന്റെ ഭാഗത്തു നിന്ന് ലഭിച്ച ഈ ഉറപ്പ് കൂടി കണക്കിലെടുത്തിട്ടാകണം എന്ന് കൂടി നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഈ പ്രഖ്യാപനം ഉണ്ടായതിന് പിന്നാലെ തന്നെയാണ് എമിറേറ്റ്സ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നതും അറിയിക്കുകയും ഒക്കെ ചെയ്തത്. എമിറേറ്റ്സ് പ്രവർത്തനം തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും ഉറപ്പാണ്, സുരക്ഷിതമായ ആളുകൾക്ക് പോകാൻ കഴിയും എന്നുള്ളൊരു തീരുമാനം 100% ഈ പറയുന്ന രാഷ്ട്രീയമായി രാഷ്ട്രങ്ങൾ തമ്മിൽ അത്തരത്തിലൊരു തീരുമാനം ഉണ്ടായതിനു ശേഷം മാത്രമേ ഈ ഫ്ലൈറ്റുകൾ എമിറേറ്റ്സിന്റെ ഓപ്പറേഷൻ അവർ ആരംഭിക്കുകയുള്ളൂ. അപ്പോൾ ആ നിലയിലേക്ക് കാര്യങ്ങൾ ശാന്തമായി മാറുന്നു. ഒരു 8 ദിവസത്തെ ആക്രമണത്തിന് ശേഷം ഗൾഫ് മേഖലകൾ ശാന്തമായി മാറാനുള്ളൊരു സൂചനയാണ് കാണുന്നത്. നിലവിൽ എന്തായാലും ഈ പ്രഖ്യാപനത്തിനെ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കാണുന്നത്. ഈ അയൽ രാജ്യങ്ങളിൽ നടത്തിയ ആക്രമണത്തിന് ഈ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ ഒരു ക്ഷമ ചോദിക്കലൊക്കെയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നേരിട്ട് ആക്രമിച്ചാൽ മാത്രമേ പ്രത്യാക്രമണം ഉണ്ടാകൂ എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. നേരിട്ടുള്ളൊരു ആക്രമണം ഉണ്ടായിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് മാത്രമല്ല, ഏതെങ്കിലും നിലയ്ക്ക് GCC രാജ്യങ്ങൾ ഇറാനെ
ആക്രമിക്കും അല്ലെങ്കിൽ ഇറാനെ തിരിച്ചടിക്കും എന്നുള്ള നിലയിലേക്കൊന്നും അവരുടെ പ്രതികരണങ്ങളൊന്നും വന്നിട്ടില്ല. പ്രതിരോധിച്ച് സംയമനം പാലിച്ച് തന്നെയാണ് ഈ 8 ദിവസവും പോയത്. ഒടുവിൽ എന്തായാലും അതിന്റെ ഫലം GCC മേഖലകളിലെങ്കിലും കാണുന്നു. ഈ അശാന്തിയുടെ ഒരു കാർമേഘം അത് ഒഴിഞ്ഞു പോകുന്നു എന്ന് പ്രതീക്ഷിക്കാം. സുഹൈൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.